ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. സ്നേഹം നിറഞ്ഞ എല്ലാ ശാലോം പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും. പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വചനം നമ്മളോട് പറയുകയാണ്, അതായത് സുവിശേഷത്തിൽ വിശ്വസിച്ച യഹൂദരോട് നമ്മുടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അപ്പോൾ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വചനം ഈശോ യഹൂദരായ തൻ്റെ ശിഷ്യരോട് പറഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമയായിട്ട് ഇരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താണ് മറുപടി പറഞ്ഞത്? ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, എന്നാൽ പുത്രനാകട്ടെ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു. പുത്രൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വതന്ത്രരാകുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ യഥാർത്ഥമായൊരു സ്വാതന്ത്ര്യമാണ്, യഥാർത്ഥമായൊരു വിടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സത്യം എന്താണെന്നറിയണം. ഈശോയോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? അവിടെ ഈശോ മറുപടി ഒന്നും പറയുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ മറുപടി നമുക്ക് വളരെ വ്യക്തമാണ്. ഈശോ തന്നെയാണ് സത്യം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി. നമുക്കറിയാം, ആ വചനമായ ദൈവമാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനമായ ദൈവമാണ് ഈശോ. ആ ഈശോ ആണ് പൂർണ്ണമായ സത്യം. നമ്മൾ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു വിടുതൽ, ഈ ലോകത്തിലൊരു സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു എന്ന ആ സത്യത്തെ നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ലോകം വളരെയധികം തിന്മകളിലൂടെയും വളരെയധികം അന്ധകാരത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകം തരുന്ന ഒരു സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇന്ന് എല്ലായിടത്തും വളരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളി കൂട്ടലും, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകം നൽകുന്ന സ്വാതന്ത്ര്യം നമ്മൾക്കറിയാം. അത് ഒരുപക്ഷെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, എന്ത് പറയുവാനും എന്ത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം, അത് നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ എന്തും ഒരുവന് ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം. ഇനി എന്തുതരം ഭക്ഷണം കഴിക്കാനോ എന്ത് കുടിക്കാനോ പാനം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതുപോലെ ഒരുവൻ്റെ കഴിവിന് എത്രയൊക്കെ അനുസരിച്ച് അവൻ്റെ സമ്പത്ത് എത്ര തന്നെ നേടിയാലും അതിന് ഒരു കൈയും കണക്കുമില്ലെങ്കിലും അതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. എന്തിനു പോകട്ടെ, നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ
ആ മൂല്യങ്ങളെ പോലും താറുമാറാക്കിക്കൊണ്ട് ആരെ തിരഞ്ഞെടുക്കാനും ആരുടെ കൂട്ടത്തിൽ ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യം പോലും ഇന്ന് ലോകം സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ലോകം നൽകുന്ന നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ഉപരിയായ ഒരു ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടി ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ പരിഗണിക്കരുതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമതായിട്ട് എന്താണ് അടിമത്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളീ പറഞ്ഞ വചനഭാഗത്തിൽ തന്നെ നമ്മൾ കണ്ടു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരുവനിൽ വസിക്കുന്ന പാപമാണ് യഥാർത്ഥത്തിൽ ഒരാളെ അടിമയാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ വിശദമായിട്ട് പൗലോസ്ലീഹ നമ്മളെ വ്യത്യസ്ത ലേഖനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന് റോമ ലേഖനത്തിൽ 7-ാം അധ്യായത്തിലാണ് പൗലോസ് വളരെയധികം നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ആ പൗലോസിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിലൂടെ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. അവിടെ റോമാലേഖനം 7-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു, എന്നാൽ എൻ്റെ അവയവങ്ങളിലാകട്ടെ ആ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. തുടർന്ന് പൗലോസ്ലീഹയോട് പറയുകയാണ്, ദുർഭകനായ മനുഷ്യൻ, ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹ പറയുകയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അങ്ങനെ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നിൽ മറ്റൊരു നിയമം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. അതായത് പാപത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ അവയവത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു നിയമത്തെ നമ്മൾ സേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ആ ഒരു സമീപനം, അതായത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നന്മ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മളിൽ ആ പാപം, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആ പാപത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഉളവാകുന്നു. അപ്പോൾ അതിൽ നിന്ന് ആര് നമ്മളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീയോടെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ പാപത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ കാര്യം തന്നെ വീണ്ടും നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങളാകട്ടെ ജഡത്തിന് എതിരാണ്. അവ പരസ്പരം നിൽക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളിൽ എതിർപ്പുളവാകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് പുറത്തു നിന്ന് എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ എതിർപ്പ് നേരിടുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നേരിടുന്ന ഈ എതിർപ്പ്? നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോയാൽ, നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ വേദോപദേശം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതായത് നമ്മൾ ഉത്ഭവത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ പരിപൂർണമായിട്ടുള്ള വിശുദ്ധിയിലും പരിപൂർണമായിട്ടുള്ള നീതിയിലും അവരോധിക്കപ്പെട്ടവരായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നവരും യാതൊരുവിധ തിന്മയും ഏശാത്തവരുമായ ഒരു ആദിമ നീതിയും ആദിമ വിശുദ്ധിയും മനുഷ്യന് ഉണ്ടായിരുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നമ്മളോട് പോരാടുന്ന ഒരു തിന്മയുടെ നിയമം നമ്മുടെ ശരീരത്തിൽ അന്നുളവായിരുന്നില്ല. എന്നാൽ പാപം എന്ന് രംഗപ്രവേശനം ചെയ്തുവോ
ആ സമയം മുതലാണ് നമ്മളിൽ നന്മയും തിന്മയും ഒരുമിച്ച് വസിക്കുകയും അങ്ങനെ നമ്മളിലൊരു സമരത്തിൻ്റെ ഒരു മുഖം നമ്മളിൽ പ്രകാശിതമാകുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാപത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന തിന്മയോടുള്ള ആത്മാവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നമുക്ക് ക്രിസ്തീയ ജീവിതമെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വചനത്തിൽ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മളിൽ ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈശോ ആകുന്ന ആ സത്യം തൻ്റെ ആത്മാവിലൂടെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ആത്മാവിലൂടെ മാത്രമാണ് നമുക്ക് ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനം ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൗലോസ്ലീഹായുടെ ആ വചനഭാഗത്ത് അല്ലെങ്കിൽ 7-ാം അധ്യായത്തിലെ ആ വചനഭാഗത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ അന്തരാത്മാവിൽ നമ്മുടെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ നിയമമോർത്ത് നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ വസിക്കുന്ന ആ പാപത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ അവയവങ്ങളിൽ പാപം വസിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാപം വസിക്കുന്നുവെങ്കിൽ ഈശോ അതിനുവേണ്ടി നമുക്ക് ചെയ്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ തിരുശരീരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തൻ്റെ അപ്പത്തിൻ്റെ ആ പ്രബോധനത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, 6-ാം അധ്യായം 51-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ശരീരം നമുക്കറിയാം. അതായത് ഈശോ തൻ്റെ കുരിശിൽ ബലിയർപ്പിച്ച തൻ്റെ ആ ശരീരം, പാപം മോചിക്കപ്പെടുന്നതിന് വേണ്ടി ബലിയർപ്പിച്ചതും മരണത്തെ അതിജീവിച്ചതുമായ ആ ശരീരമാണ് നമ്മൾ വിശുദ്ധ കുർബാനയായിട്ട് അപ്പമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത്. അങ്ങനെ ആ വിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ പാപം മുഴുവൻ ആ കുരിശിലെ ബലിയിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മരണത്തെ ജയിച്ച് ഉയർത്ത ആ ശരീരം നമ്മൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന പാപത്തിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും ദിനം പ്രതി നമ്മൾ മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു മാനസാന്തരത്തിലൂടെ നിരന്തരമായിട്ടുള്ള ഒരു വിടുതലിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് മോചിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തൻ്റെ സ്വദേശത്തേക്ക് വരുന്ന ഭാഗം നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. താൻ സിനഗോഗിൽ പ്രവേശിച്ച് അന്ന് ഈശോ തൻ്റെ വായനയിൽ കിട്ടിയ ഭാഗം ഇതാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് ഈശോ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ തൻ്റെ ദൗത്യത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഒറ്റ ഒരു വചനത്തിലൂടെ ഈശോ ദൈവജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് നമ്മൾ യെശയ്യായിൽ കണ്ട ഈ വചനം. ചുരുക്കത്തിൽ ഈശോ ഈ ലോകത്തിലേക്ക് മനുഷ്യ ശരീരം ധരിച്ച് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ അടിമത്തത്തിൽ നിന്ന്, വിവിധ തരങ്ങളായ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക എന്നതാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. നമ്മൾ വിവിധ തരത്തിലുള്ള പാപങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ അടിമകളായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ വചനം നമ്മൾ ഇന്ന് കണ്ട ആ വചനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ എൻ്റെ വചനം അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ യേശുവിൻ്റെ വചനം നമ്മൾ അറിയുക. വീണ്ടും യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏക സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഈ വചനം, ക്രിസ്തുവാകുന്ന ആ വചനം നമ്മൾ സ്വീകരിക്കുകയും ആ വചനത്തിൽ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിലാണ് ആ സത്യം നമ്മൾ മാത്രമേ നമ്മൾ പാപത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന, ലോകത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് തിന്മയായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ അത് നന്മയായിട്ടൊന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തിന്മ അല്ലെങ്കിൽ
ഈ ലോകത്തിൻ്റെ അധിപൻ എന്നൊക്കെ നമ്മുടെ വചനത്തിൽ വിശേഷിപ്പിക്കുന്നവൻ ഇന്ന് ലോകത്തിലെ ഒരു നല്ല ശതമാനം മനുഷ്യർക്കും നൽകുന്ന ഒരു മിഥ്യാബോധം ഇതാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരു സ്വാതന്ത്ര്യമായിട്ട് അവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലോകമെമ്പാടും ഇന്ന് ദൈവത്തിലുള്ള വിശ്വാസവും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്ഷയിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രധാന കാരണം ഇതാണ്. അതിന് ഒരു മറുമരുന്നായി നമ്മളിൽ ഈ ലോകത്തിൻ്റെതായുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് മനുഷ്യനിൽ ആ നന്മ വസിക്കുന്നു, അതോടൊപ്പം തിന്മയും വസിക്കുമ്പോൾ ആ ഒരു സംഘട്ടനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സമരത്തിൽ നിന്നുളവാകുന്ന ആ സംഘട്ടനവും ഞെരുക്കവും അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ഒരു എളുപ്പ വഴി ഈ ലോകം നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. അതായത് പാപബോധം നഷ്ടപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പാപം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ ജഡത്തിന്, നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ സാധിക്കുക. അതാണ് ഇന്ന് ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യം. ആ ഒരു സ്വാതന്ത്ര്യം ചുരുക്കത്തിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇന്ന് കാണുന്ന ഒട്ടനവധി അരാജകത്വങ്ങൾക്കും തിന്മകൾക്കുമുള്ള അടിസ്ഥാന കാരണം ഇങ്ങനെ ഒരു പാപത്തെ മനസ്സിലാകാതെ അല്ലെങ്കിൽ പാപത്തെ മറന്നുകൊണ്ട്, പാപത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജഡത്തിനും മനുഷ്യൻ്റെ മനസ്സിനും മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ ഒരു വികലമായ സ്വാതന്ത്ര്യമായിട്ട് മനുഷ്യൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മുടെ ഏറ്റവും കത്തോലിക്ക സഭയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുടുംബജീവിതത്തെ തകർക്കുന്നത് പോലും, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെ വിവാഹം ചെയ്യണം, ആരുടെ കൂടെ താമസിക്കണം, എപ്പോൾ വിവാഹം ചെയ്യണം, വിവാഹം ചെയ്യാതെ കുഞ്ഞുങ്ങളുണ്ടാവുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് ഓരോരുത്തർ അവൻ്റെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ അവൻ്റെ ജഡം എന്താഗ്രഹിക്കുന്നുവോ അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ന് അവന് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം മോശയോട് അല്ലെങ്കിൽ ദൈവജനത്തോട് പറയുന്നത് കാണുന്നുണ്ട്, ഇന്ന് ഞാൻ നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഒരു ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരിക്കലും നമ്മുടെ സൃഷ്ടിയിലൂടെ നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ദൈവം എടുത്തു മാറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നന്മയും തിന്മയും നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾക്ക് അത് എടുക്കാനുള്ള, നന്മയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തിന്മയെ ഉപേക്ഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുള്ളതുപോലെ തന്നെ തിന്മയെ സ്വീകരിച്ചുകൊണ്ട് നന്മയെ ഉപേക്ഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് അതേപോലെ തന്നെ ലഭ്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്, ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഉത്തരം ഇതാണ്, നിങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ. കാരണം ഈ ലോകത്തിലേക്കുള്ള വഴി വിശാലമാണെന്ന് അവിടെ വചനം പറയുന്നുണ്ട്. എന്നാൽ രക്ഷയിലേക്കുള്ള വാതിൽ വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ഈ വിശ്വാസം ലോകം മുഴുവനും, ഉദാഹരണം നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയധികം വചനപ്രഘോഷണ കേന്ദ്രങ്ങളും ഇത്രയധികം വിശ്വാസികളും വിശ്വാസ സമൂഹങ്ങളും ഇത്രയധികം ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇന്നും തിന്മ പ്രബലപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബലപ്രയോഗം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മാർഗം വിശാലമായിരിക്കുമ്പോൾ നന്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ ആ മാർഗം, ദൈവരാജ്യത്തിലേക്കുള്ള ആ കവാടം വളരെ ഇടുങ്ങിയതാണ്. ഇതെല്ലാ പ്രബോധനങ്ങളും ഈശോ എപ്പോഴും എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. ഈ ശിഷ്യന്മാർ, ഉദാഹരണത്തിന് യോഹന്നാനും യാക്കോബ് ശ്ലീഹായും ദൈവത്തിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം നൽകാൻ എനിക്ക് ഒരു താല്പര്യക്കുറവില്ല, എന്നാൽ ഞാൻ കുടിക്കുന്ന ആ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ എന്നാണ് ഈശോ ചോദിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്കറിയാം ഈ ലോകത്തിൻ്റെ തിന്മയുടേതായിട്ടുള്ള അല്ലെങ്കിൽ തിന്മ നൽകുന്ന പാപസുഖം നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് നന്മയിലേക്ക് നമ്മൾ വിടുവിക്കപ്പെടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വലിയ ഒരു പരിത്യാഗത്തിലൂടെ, ഒരു സഹനത്തിൻ്റെ മാർഗത്തിലൂടെ, ഒരു എളിമപ്പെടലിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ചരിക്കാതെ നമുക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ വീണ്ടും വീണ്ടും നമ്മളോട് എടുത്തെടുത്ത് പറയുന്നത്. വീണ്ടും നമ്മൾ ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ ഹാഗാറിനെ 4-ാം അധ്യായത്തിൽ ഹാഗാറിനെയും സാറയെയും കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എബ്രാഹത്തിൻ്റെ സന്തതികളായ നമ്മളിൽ എല്ലാവരിലും, അതായത് അവിടെ വചനം പറയുന്നത് ഇതാണ്, ഹാഗാർ ഇന്നത്തെ സീനായി മലയുടെ പ്രതീകമാണെങ്കിൽ
സാറയാകട്ടെ സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകം. നമ്മുടെ അമ്മ, അതായത് സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. എന്താണ് ഈ സ്വതന്ത്രയായ സ്വർഗീയ ജെറുസലേമും അല്ലെങ്കിൽ അടിമയായ ഹാഗാർ അല്ലെങ്കിൽ സീനായി മലയും? അതായത് നിയമത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു ജനത്തെ അതിൽ നിന്ന് പരിപൂർണമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് ആ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾക്ക് സ്വയം ഇഷ്ടത്തോടുകൂടി സ്വന്തം ഇഷ്ടത്തോടുകൂടി നമുക്ക് എന്ന് സ്വീകരിക്കാൻ സാധിക്കുമോ അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യം. അതാണ് സ്വർഗീയ ജെറുസലേമായിട്ടുള്ള നമ്മുടെ പരിശുദ്ധ അമ്മ പ്രതിദാനം ചെയ്യുന്ന ആ സ്വാതന്ത്ര്യം. ചുരുക്കത്തിൽ എബ്രാഹത്തിൻ്റെ മക്കളായ അല്ലെങ്കിൽ യഹൂദർ പറഞ്ഞ് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ എബ്രാഹത്തിൻ്റെ സന്തതികളിൽ ഒരേ സമയം ഈ 2 പൈതൃകവും നമ്മൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഹാഗാറിൻ്റേതായുള്ള പൈതൃകമുണ്ട്, അതേസമയം സ്വതന്ത്രയായ നമ്മുടെ സ്വർഗീയ അമ്മയുടെ പൈതൃകവും നമ്മൾ അടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വചനം നമ്മളിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ സ്വീകരിക്കുകയും ആത്മാവിൽ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ തിന്മയെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ബുദ്ധിയിൽ മനസ്സിൽ നിന്നും നമ്മൾ നിഷ്കാസനം ചെയ്ത് നമ്മൾ നന്മയെ സ്വീകരിക്കുകയും നന്മ പുറപ്പെടുവിക്കുന്നവരായിത്തീരുകയും ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37-ാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് അവിടെ ഈശോ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപ നമ്മളിലേക്ക് ഒഴുകുകയും ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയുകയും ചെയ്യുമ്പോൾ ആ ശക്തിയിലൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ ജലം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, എന്നാൽ അവനാകട്ടെ അഗ്നിയാലും ആത്മാവിനാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഈ ആത്മാവിലും അഗ്നിയിലുമുള്ള സ്നാനമാണ് നമ്മളിലുള്ള ആ തിന്മയുടെ പ്രവർത്തനത്തെ പരിപൂർണമായിട്ട് നശിപ്പിച്ച് നിഷ്കാസനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിനത്തിനു വേണ്ടിയാണ്, ആ ഒരു നന്മയിലേക്കുള്ള പരിപൂർണമായിട്ട് തിന്മ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് നന്മ സ്വതന്ത്രമായിട്ട് നമുക്ക് നന്മയിലേക്ക് കടന്നു പോകാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായ ക്രിസ്തീയ സ്വാതന്ത്ര്യം. ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു. എന്നാലത് അവിടെ വചനം വീണ്ടും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്നാലത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം കൂടാതെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ ശക്തിയിൽ നമുക്ക് ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവം നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ പ്രയാസം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള ജീവിതം അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലുള്ള ആ ജീവാത്മാവിൻ്റെ നിയമമാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയുമായ ആ നിയമത്തിൽ നിന്ന് നമ്മളെ പരിപൂർണമായിട്ട് മോചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും ചിന്തയിലും നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മുടെ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മാവ് മുഖേന ക്രിസ്തുവിൻ്റെ നിയമം, ക്രിസ്തുവിൻ്റെ ആ ഹിതം നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുകയും തിന്മ പരിപൂർണമായിട്ട് നിഷ്കാസനം വേരോടെ പിഴുതുമാറ്റപ്പെടുകയും ചെയ്യുന്ന ആ ഒരു നന്മയുടെ ദിനങ്ങളിലേക്ക്, നന്മയുടെ അവസ്ഥയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ ഒരു വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ 8-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവാത്മാവിലാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ്, ഈ ആത്മാവ് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് നിന്ന് നാം ദൈവമക്കളാണ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നു. ചുരുക്കത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോടുകൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥമായിട്ടുള്ള. അപ്പം
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ആ പൂർണ്ണതയിൽ നമ്മളിൽ വസിക്കുകയും ദൈവ സ്വഭാവം നമ്മളിൽ ഉടലെടുക്കുകയും ചെയ്യുന്നത് ആണ് മനുഷ്യൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ ദൈവമക്കൾ പ്രാപിക്കുന്ന ഈ സ്വാതന്ത്ര്യം പിന്നീട് ഈ ഭൂമി മുഴുവൻ, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ വചനം പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 19-20 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പം സൃഷ്ടി, വീണ്ടും നമ്മൾ കാണുകയാണ്, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതരാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വിശ്വാസികളായ നമ്മൾ മാത്രമല്ല, നമ്മൾ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഈ ദൈവമക്കൾ പ്രാപിച്ച ഈ സ്വാതന്ത്ര്യത്തിലേക്ക് സൃഷ്ടപ്രപഞ്ചം മുഴുവനും കടന്നു വരികയും അങ്ങനെ ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും സംജാതമാകുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വാതന്ത്ര്യം, ക്രിസ്തുവിൻ്റെ ആ സ്വാതന്ത്ര്യം, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com